ദുരിതാശ്വാസത്തിന് കേന്ദ്ര ഗ്രാന്റ് ഇല്ല, വായ്പ മാത്രം. അതേ കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയ്ക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകി. 2018 പ്രളയകാലത്ത് 100 കണക്കിന് കോടി രൂപ വിദേശത്തു നിന്നും കേരളത്തിന് വാഗ്ദാനം വന്നതാണ്. അത് നിഷേധിച്ച അതേ കേന്ദ്ര സർക്കാരാണ് ഇപ്പോ മഹാരാഷ്ട്രയ്ക്ക് അനുമതി നൽകിയത്. മഹാരാഷ്ട്ര ഭരിക്കുന്നത് BJP സർക്കാരാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനി വിദേശത്തു നിന്ന് ആർക്കും പണം അയക്കാം എന്നാണ് ആഭ്യന്തര മന്ത്രാലയം വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. പണം ലഭിക്കാൻ സാധ്യതയുള്ളപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് അത് അനുവദിക്കുന്നത് നല്ല കാര്യവുമാണ്. പക്ഷേ BJP ഭരിക്കുന്ന സംസ്ഥാനത്തിന് മാത്രമായി അത്തരമൊരു അനുമതി നീതികേടും മര്യാദയില്ലായ്മയുമാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അനുമതി നൽകാം, അതല്ലെങ്കിൽ ആർക്കും നൽകാതിരിക്കാം. ഇത് മഹാരാഷ്ട്രയ്ക്ക് മാത്രമായി നൽകുന്നതിനെയാണ് പക്ഷപാതം കാണിക്കുക എന്ന് പറയുന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേന്ദ്രം ഇങ്ങനെ പക്ഷഭേദം കാണിക്കാമോ? കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് മഹാരാഷ്ട്രയിലെ നിധിയും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ചട്ടങ്ങളിൽ കൂടുതൽ സുതാര്യത അത് കേരളത്തിലെ ഫണ്ടിനാണ്. മഹാരാഷ്ട്ര പബ്ലിക് ട്രസ്റ്റ് ആക്ട് അനുസരിച്ചാണ് അവിടെ ഫണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫണ്ടിന്റെ പൂർണ്ണമായ നിയന്ത്രണം മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമാണ്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാണ് അതിന്റെ പേരെങ്കിലും നിയന്ത്രണം റവന്യൂ വകുപ്പിനും ധനവകുപ്പിനുമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ശുപാർശ ഉൾപ്പെടെ അംഗീകരിക്കേണ്ടതും പണം അനുവദിക്കേണ്ടതും റവന്യൂ വകുപ്പാണ്. കേരളത്തിൽ റവന്യൂ വകുപ്പ് CPIയുടെ കീഴിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഈ സർക്കാരിന്റെ കാലത്തും അങ്ങനെ തന്നെ. റവന്യൂ വകുപ്പ് പണം അനുവദിച്ചാൽ നൽകേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല, ധനമന്ത്രിയുടെ ഓഫീസാണ്. കൂട്ടുത്തരവാദിത്തം കൂടുതലുള്ളത് കേരളത്തിലെ ഫണ്ടിനാണ്. അങ്ങനെ ഒരു ഫണ്ടിനാണ് പണം സ്വീകരിക്കാൻ 2018 അനുമതി നിഷേധിച്ചത്. അന്ന് കേരളം ചോദിച്ച അതേ അനുമതിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്ക് നൽകിയിരിക്കുന്നത്. 2018 മാത്രമല്ല കേട്ടോ, 2019 ദുരന്തകാലത്തും കഴിഞ്ഞ വർഷം വയനാട്ടിലെ ദുരന്ത സമയത്തും ഒക്കെ വിദേശത്ത് നിന്നും പുനർനിർമ്മാണത്തിനുൾപ്പെടെ സഹായ വാഗ്ദാനം കേരളത്തിന് ലഭിച്ചതാണ്. കേന്ദ്ര അനുമതി ലഭിക്കാത്തതിനാൽ അവയൊന്നും പ്രാബല്യത്തിൽ വന്നില്ല എന്ന് മാത്രം. രാജ്യത്തെ സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടാൻ രാജ്യത്തിന് കെൽപ്പുണ്ട്. അതിനാൽ വിദേശത്തു നിന്നും നയാ പൈസ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വീകരിക്കുന്നത് മാനക്കേടും കുറച്ചിലുമാണ്. ഇതാണ് BJP നേതാക്കൾ 2018 പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തം നടന്നപ്പോൾ സംഭവിച്ചത് നോക്കുക. ഏറ്റവും കുറഞ്ഞത് 2000 കോടി രൂപയുണ്ടെങ്കിൽ മാത്രമേ കുറഞ്ഞ പുനർനിർമ്മാണമെങ്കിലും സാധ്യമാവുകയുള്ളൂ. ഇത്രയും സഹായമെങ്കിലും അനുവദിക്കണമെന്നാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. പകരം കേന്ദ്രം അതിന്റെ 1/4 മാത്രമായ 529 കോടി 50 ലക്ഷം രൂപയാണ് മാസങ്ങൾക്കു ശേഷം അനുവദിച്ചത്. അതും ഗ്രാന്റായല്ല, വായ്പയായാണ്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലുമൊക്കെ ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിക്കുകയാണ് പതിവ്. സംസ്ഥാന ഫണ്ടിൽ നിന്നുള്ള തുക കഴിഞ്ഞ ശേഷമുള്ള ആവശ്യത്തിന് കേന്ദ്രത്തിന് അനുവദിക്കാം. കഴിഞ്ഞ വർഷം തന്നെ ഈ ഉത്തരാഖണ്ഡിനും കർണാടകത്തിനും ഒക്കെ അങ്ങനെ തുക അനുവദിച്ചിരുന്നു. പക്ഷെ കേരളത്തിന് മാത്രം കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഒന്നും കിട്ടിയില്ല. അത് മാത്രമല്ല, കേന്ദ്രം ഗ്രാന്റായി സഹായം അനുവദിക്കുന്ന ഒരു പതിവുണ്ട്. അതിൽ നിന്നും കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല. പകരമാണ് ഈ വായ്പ അനുവദിച്ചിരിക്കുന്നത്. 2018 പ്രളയത്തിൽ മാത്രമല്ല, 2019 ദുരന്തത്തിലും വയനാട് ദുരന്തത്തിലും കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നതായിരുന്നില്ല ആ പുനരധിവാസം. വിദേശത്തു നിന്നും ഉൾപ്പെടെ വാഗ്ദാനം വന്നിട്ടും കേന്ദ്രം അന്ന് അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. ഇപ്പോ മഹാരാഷ്ട്രയ്ക്ക് തോന്നുംപടി പ്രവർത്തിക്കാൻ അനുമതിയും നൽകി. കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, രാജ്യത്തെ നിരവധി ട്രസ്റ്റുകളുടെ കാര്യത്തിലും ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്ന FCRA കർശനമാക്കുന്ന കാലമാണ്. ഈ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ പോലും FCRA ലൈസൻസ് കേന്ദ്രം പുതുക്കി നൽകിയില്ല. ദുരൂഹമായ പണം വരവുണ്ട് എന്ന് പറഞ്ഞായിരുന്നു നടപടി. 2021 മിഷണറീസ് ഓഫ് ചാരിറ്റി ഉൾപ്പെടെ രാജ്യത്തെ 5900 ട്രസ്റ്റുകൾ വിദേശ പണം സ്വീകരിക്കുന്നത് തടഞ്ഞത്. ഇതിനെതിരെ ഈ സംഘടനകൾ സുപ്രീം കോടതിയിൽ ഹർജിയും നൽകി. ആ സമയത്താണ് മിഷണറീസ് ഓഫ് ചാരിറ്റി പോലെ ഏതാനും സംഘടനകൾക്ക് മാത്രം 2026 വരെ ലൈസൻസ് പുതുക്കി നൽകിയത്. 2015 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ഉപയോഗിച്ചാണ് ഈ സംഘടനകളെ എല്ലാം തടഞ്ഞത്. ഇന്ത്യയുടെ പരമാധികാരത്തെ തടസ്സപ്പെടുത്തുന്നതാകരുത് വിദേശ ധനസഹായം എന്നായിരുന്നു കൂട്ടിച്ചേർത്ത നിബന്ധന. കേരളത്തിന്റെ ധനസഹായം തടഞ്ഞത് ഈ എഴുതിച്ചേർത്ത വകുപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു.
ഇവിടെയുണ്ടായ പ്രളയം നേരിടാൻ വിദേശത്തു നിന്നും പണം സ്വീകരിച്ചാൽ അത് നമ്മുടെ പരമാധികാരവും അന്തസ്സും നഷ്ടപ്പെടും എന്നായിരുന്നു ആ കണ്ടെത്തൽ. എന്നാൽ ഈ വകുപ്പിൽ നേരത്തെയും തിരുത്തലുകൾ കേന്ദ്രം വരുത്തിയിരുന്നു. കേരളത്തിൽ പ്രളയമുണ്ടാകുന്നതിന് ഒരു വർഷം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2017 FCRAയിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദേശ പണം സ്വീകരിക്കാൻ അനുമതി നൽകിയായിരുന്നു ആ ഭേദഗതി. വിദേശ കമ്പനികളുടെ ഇന്ത്യയിലെ അഫിലിയേറ്റുകളിൽ നിന്നോ അതല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് 50% ഓഹരിയുള്ള വിദേശ കമ്പനിയിൽ നിന്നോ ഫണ്ട് സ്വീകരിക്കാനായിരുന്നു അനുമതി. ആ ഭേദഗതിയുടെ ഗുണഭോക്താവ് BJP ആയിരുന്നു. കാരണം ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വിദേശ കമ്പനികളിൽ നിന്നും വിദേശത്ത് നിക്ഷേപമുള്ള ഇന്ത്യയിലെ ധനികരിൽ നിന്നും പണം ആർക്കാണ് കിട്ടുക? അത് ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് നാമമാത്രമായി എന്തെങ്കിലും കിട്ടിയാലായി. അങ്ങനെ ഒരു അനുമതി സ്വന്തം പാർട്ടിക്കായി നൽകിയ ശേഷമാണ് കേരളത്തിൽ പ്രളയം ഉണ്ടാകുന്നത് 2018. അന്നും പിന്നീട് ഒരിക്കലും കേരളത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്ന കേന്ദ്രമാണ് ഇപ്പോ മഹാരാഷ്ട്രയ്ക്ക് പ്രത്യേക അനുമതി നൽകിയത്. അടുത്തു നിൽക്കുന്നവൻ അഞ്ഞാഴി, മുട്ടൻ വെട്ടുന്നവന് മുന്നാഴി എന്നൊരു ചൊല്ലുണ്ട്. അടുത്ത് വെറുതെ നിൽക്കുന്നവന് 5 നാഴി അരി കൊടുക്കുമ്പോൾ കീറാമുട്ടിയായ വിറകു വെട്ടിക്കീറുന്നവന് കൊടുക്കുന്നത് മുന്നാഴി മാത്രം. അത് തന്നെയാണ് ഒരു പ്രളയവും ഇല്ലാതെ വെറുതെ നിൽക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തതും കഷ്ടപ്പെടുന്ന കേരളത്തിന് നൽകാതിരുന്നതും. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.